ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 4 ചേരുവകൾ മതി കേട്ടോ ഈ പുഡിങ് ഉണ്ടാക്കാൻ. അല്ലാതെ ചൈന ഗ്രാസോ ജലാറ്റിനോ വിപ്പിംഗ് ക്രീമോ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണിത്. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കോൺഫ്ലോർ കൊണ്ടാണ് കേട്ടോ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ പുഡിങ്ങിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ബ്രൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പുഡിങ് ട്രേയിലാണ് പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഓയിലോ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവി കൊടുക്കുക. പുഡിങ് ഉണ്ടാക്കി കഴിയുമ്പോൾ പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ട്രേ തന്നെ വേണമെന്നില്ല, നമുക്ക് ഗ്ലാസ്സിലോ ചെറിയ ചെറിയ ബൗളിലൊക്കെ പുഡിങ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ പാൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. പാൽ ചൂടായതിന് ശേഷം വേണം നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം, അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പാൽ ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ കോൺഫ്ലോർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള കോഫി ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് കോഫിയാണ് കേട്ടോ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അത് നന്നായിട്ട് തിക്കാവുന്നത് വരെ നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാനിപ്പോൾ ഇത് കുറുക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. നല്ല പോലെ തിളച്ചിട്ട് ഇതുപോലെ നല്ല തിക്കാവുന്നത് വരെ നമ്മൾ കുറുക്കിയെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോട് കൂടി തന്നെ നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വലിയ ട്രേ തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് ചെറിയ ചെറിയ ബൗളിൽ വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാവും കൂടുതൽ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിലും സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ വൈറ്റ് ചോക്കോ ചിപ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് തണുത്തതിന് ശേഷം വേണം ഫ്രിഡ്ജിലേക്ക് വെക്കാൻ. അതായത് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂർ വെക്കുക. 4 മണിക്കൂറിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നല്ല തിന്നായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചെറിയ ബൗളിലൊക്കെ നല്ല തിക്കായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് തന്നെ സെർവ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ തിന്നായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന ഒരു പരുവത്തിലാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ് കേട്ടോ. കണ്ടോ, വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ് എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ളൊരു പുഡിങ്ങാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്